കിലോ കൊഞ്ചാണ്. അത് ഇതെല്ലാം മസാലകളെല്ലാം പുരട്ടി ഒന്ന് വറുത്തെടുക്കാൻ കുറച്ചൊന്ന്. അത് കഴിഞ്ഞ് എൻ്റെ സവാള 3 സവാള വറുത്തെടുത്താണ്. ഈ വറുത്തെണ്ണയിൽ തന്നെയാണ് ഈ കൊഞ്ചും വറുക്കുന്നത്, കുഴപ്പമില്ല. പിന്നെ 5-6 ഏലക്ക, ഗ്രാമ്പു, ഒരു ജാതിപത്രി, പട്ട, വേലയിൽ, കറിവേപ്പില, പിന്നെ മല്ലിയില, പുതിനയില. ഇത് 3-4 പച്ചമുളക് ചതച്ചതാണ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കും. ഒരു 2 തക്കാളി. ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് തുടങ്ങാം. കൊഞ്ച് വറുത്ത് കോരിയതാണ്. ഇനിയിപ്പോൾ ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്കങ്ങ് 2 ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് വഴറ്റി വേണം. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് 2 തക്കാളിക്ക നമ്മൾ വെച്ചില്ലേ, തക്കാളിക്ക ഇനി നല്ലവണ്ണം വഴണം. ശകല ഉപ്പ്, ആവശ്യത്തിനാണ്. ഇതൊന്ന് വെള്ളം വെച്ചു. വെള്ളമാണ്. അരി അളന്നാണ് വെച്ചേക്കുന്നത്. ഒരു വേലയും ഇട്ടു, 2-3 ഏലക്കായ ഇട്ടു, ഇച്ചിരി പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു. അത്ര ഇട്ട് ഇനി ഉപ്പിടണം. നാരങ്ങ നീര് ഒഴിക്കുക. 3 ഗ്രാമ്പു. ഇത് അരി 3 ഗ്ലാസ് അരിയായപ്പം ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ് വെച്ചിരിക്കുന്നത്. അതിനളന്ന് വെള്ളമാണ്. ഇത് നമ്മളിന്ന് വറ്റിച്ചാണ് എടുക്കുന്നത്, കോരുവല്ല. മറ്റേ ഞാൻ ചിലപ്പോൾ കോരിയാണ് എടുക്കുന്നത്. ഇത് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ, അതുകൊണ്ടാണ് അളന്നിട്ടത്. അരി കഴുകി വാലം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതെല്ലാം തക്കാളി നല്ലവണ്ണം വെന്ത് ചേർന്നു. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന 3/4 പങ്ക് തന്നെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കുറച്ചുള്ളി അതിലോട്ടങ്ങ് ഇടുക. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചു. അതിൻ്റെ കൂടെ ഈ കൊഞ്ചൂടെ ഇടുവാണ്. അതിനകത്ത് കിടന്ന് കൊഞ്ചും കൂടെ ഇട്ട് നല്ല സ്മെല്ലുണ്ട്. ഇനി അതൊന്ന് വരണ്ട്. നമ്മുടെ വെള്ളം തിളച്ചു. ഇനിയിപ്പോൾ ഈ അരി അങ്ങോട്ട് ഇടാം. പാലം വെച്ചിരുന്ന അരിയാണ്. ആദ്യം തിളയ്ക്കുന്നത് വരെ ഫ്ലെയിം വലുതാക്കിയാണ്, പിന്നെ ഫ്ലെയിം കുറയ്ക്കണം. നമ്മുടെ കൊഞ്ച് ബിരിയാണി റെഡിയായി. ഇപ്പോൾ ഇത് ഇടയ്ക്ക് മഞ്ഞ ഗാർണിഷ് ചെയ്യുക. നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് പുറത്ത് ഇട്ട് നെയ്യും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചിരുന്നു. മല്ലിയില ഇടാം. അടുത്ത ഇച്ചിരി മല്ലിയില നല്ലതാണ്. മല്ലിയില ഇട്ടു. നമ്മൾ ഇനി ഇത് ദം ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്തു ദം ചെയ്യാൻ പോകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി. വേണ്ട, നമ്മുടെ ബിരിയാണി റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ സാലഡ് വേണ്ട, സാലഡ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.